നമസ്കാരം. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ റോബോട്ടിക് KRRM-TD അഥവാ റോബോട്ടിക് ഫ്യൂലിംഗ് മിഷൻ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ പ്രവർത്തനം ആരംഭിച്ചു. ISRO ആണ് ഇക്കാര്യം അറിയിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങളും ISRO പങ്കുവച്ചിട്ടുണ്ട്. പോയിന്റ് 4-ലാണ് റോബോട്ടിക് കൈ പ്രവർത്തിക്കുന്നത്. ഒരു ബഹിരാകാശ പേടകം അതിന്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ വിവിധ ആവശ്യങ്ങൾക്ക് സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിന് ഉദ്ദേശിച്ചുള്ളതാണ് ഇത്തരം യന്ത്രക്കൈകൾ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് ഇത്തരം സംവിധാനമുണ്ട്. ബഹിരാകാശത്ത് വെച്ച് വസ്തുക്കൾ പിടിച്ചെടുക്കാനും അവയെ നീക്കി ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുവരാനും യന്ത്രക്കൈ ഉപയോഗിക്കും. മാത്രമല്ല അറ്റകുറ്റപ്പണികൾക്കും ഉപയോഗിക്കാം. ISRO വികസിപ്പിച്ച സംവിധാനത്തിന്റെ കാര്യക്ഷമതയാണ് ഇപ്പോൾ പരീക്ഷിച്ചു നോക്കുന്നത്. ഭാവിയിൽ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുമ്പോൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് യന്ത്രക്കൈ വികസിപ്പിക്കുന്നത്. സ്പേഡെക്സ് പരീക്ഷണത്തിന് വേണ്ടിയുള്ള ഉപഗ്രഹ വിക്ഷേപണത്തിന് ശേഷം ബാക്കി വന്ന PSLV റോക്കറ്റിന്റെ 4ാമത്തെ ഘട്ടത്തിലാണ് ഈ യന്ത്രക്കൈ ഘടിപ്പിച്ചിരിക്കുന്നത്. പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനുള്ള ക്യാമറ, സെൻസറുകൾ, പ്രത്യേകം തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ എന്നിവയൊക്കെ ഈ യന്ത്രക്കൈക്കുണ്ട്. ബഹിരാകാശത്ത് വളരെ വേഗത്തിലാണ് വസ്തുക്കൾ സഞ്ചരിക്കുന്നത്. അതിനാൽ അവയെ പിടിച്ചു നിർത്തി സുരക്ഷിതമായി പേടകത്തോട് അടുപ്പിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. ചെറിയ ബഹിരാകാശ വസ്തുക്കളെ യന്ത്രക്കൈ ഉപയോഗിച്ച് പിടിക്കാൻ ശ്രമിക്കും. ഇതിൽ വിജയിച്ചാൽ അടുത്ത വിക്ഷേപണങ്ങളിൽ ഇതിന്റെ കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഭാവിയിൽ പേടകങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ ഉൾപ്പെടെ ഈ സംവിധാനം ഉപയോഗിക്കാനാകും. പോയം എന്നാണ് റോക്കറ്റിന് ശേഷിക്കുന്ന ഭാഗത്തിന് നൽകിയിരിക്കുന്ന പേര്. ഇതിലാണ് പരീക്ഷണ ഉപകരണങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. 2004 ഡിസംബർ 30-നാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം വിക്ഷേപണ തറയിൽ നിന്ന് ISRO സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിനായി 2 സ്പേഡെക്സ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത്. PSLV റോക്കറ്റിന്റെ 4ാം ഘട്ടത്തെ ബഹിരാകാശത്ത് നിലനിർത്തി ചെറു പരീക്ഷണങ്ങൾ നടത്താൻ അവസരം നൽകുന്ന പോയം പദ്ധതിയുടെ ഭാഗമായി ഇസ്രോ അയച്ച 24 ചെറു പരീക്ഷണങ്ങളിലൊന്നാണ് ഈ യന്ത്രക്കൈ. ഇതിനു പുറമെ ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കുന്ന ക്രോപ്സും തിരുവനന്തപുരം IIST വിദ്യാർത്ഥികൾ നിർമ്മിച്ച പൈലറ്റ് 2 അഥവാ ഗ്രേസ് എന്ന പേലോഡും പരീക്ഷണങ്ങളുടെ ഭാഗമാണ്. ബഹിരാകാശത്ത് വെച്ച് 2 ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ISROയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം ജനുവരി 7-ന് തന്നെ നടക്കും. രാവിലെ 9-നും 10-നും ഇടയിലാകും ഉപഗ്രഹങ്ങൾ ഒന്നാകുക. ബംഗളൂരുവിലെ ഇസ്രാക്കിൽ നിന്നാണ് ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത്. സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ നിലവിൽ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ വിജയിപ്പിക്കാനായിട്ടുള്ളൂ. റോക്കറ്റ് ഭാഗങ്ങൾ പുനരുപയോഗിക്കുന്നതിനെയാണ് പോയം 4 എന്ന് വിളിക്കുന്നത്. ബഹിരാകാശ മാലിന്യം പിടിച്ചെടുക്കാനാണ് റോബോട്ടിക് കൈ ഉപയോഗിക്കുന്നത്. ഉപഗ്രഹങ്ങൾ എത്തിച്ച ശേഷം ബഹിരാകാശത്ത് ബാക്കിയാകുന്ന റോക്കറ്റിന്റെ 4ാമത്തെ ഭാഗത്തിൽ വിത്ത് മുളപ്പിച്ച് പരീക്ഷണം നടത്തുകയും ലക്ഷ്യമുണ്ട്. 8 പയർ വിത്തുകൾ മുളപ്പിച്ച് വളർത്താനാണ് ISRO പദ്ധതി. സ്പേഡെക്സിന്റെ ഇരട്ട ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച ശേഷമുള്ള PSLV റോക്കറ്റിന്റെ 4ാം ഭാഗമാണ് ജൈവ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. 2 ഇലകളാകുന്നത് വരെയുള്ള സസ്യത്തിന്റെ നിലനിൽപ്പും പരിശോധിക്കും. മുംബൈയിലെ VSSCയിൽ വികസിപ്പിച്ച ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസിനായുള്ള കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂളിന്റെ ഭാഗമാണിത്. മുംബൈയിലെ അമിറ്റി യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച അമിറ്റി പ്ലാൻ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ ഇൻ സ്പേസിലാണ് വിത്ത് പരീക്ഷണം നടത്തുന്നത്. ഇതടക്കം 24 പരീക്ഷണ ഉപകരണങ്ങളാണ് റോക്കറ്റിൽ തയ്യാറാക്കിയ ലബോറട്ടറിയിൽ ചെയ്യുന്നത്. 14 ISROയും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ വകുപ്പും നിർമ്മിച്ചതാണ്. സ്റ്റാർട്ടപ്പുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർമ്മിച്ചവയാണ് ബാക്കിയുള്ള 10 ഉപകരണങ്ങൾ. ബഹിരാകാശ മാലിന്യം പിടിച്ചെടുക്കാനുള്ള റോബോട്ടിക് കൈയുടെ പരീക്ഷണം ഇതിലൊന്നാണ്.